Yeah, welcome to another chapter from my Cornwall Diaries. So today's visit is all about St. Michael's Mount. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിലെ പ്രീക്വൽ സീരീസ് കണ്ടിട്ടുണ്ടോ, ഹൗസ് ഓഫ് ഡ്രാഗൺ? ലിറ്ററലി അത് ഇവിടേക്കാണ് ഷൂട്ട് ചെയ്തതെന്നാണ് കേൾക്കുന്നത്. കടലിൻ്റെ നടുക്കുള്ള ഒരു കൊട്ടാരം, അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഏറ്റവും ഫെയറിറ്റൽ എക്സ്പീരിയൻസ് ചെയ്താന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് വേ വഴി ആ കാസിലോട്ട് പോകുന്നതാണ്. ആക്ച്വലി ലോ ടൈഡ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഈ കോസ്റ്റ് വേ വഴി പോകാൻ പറ്റൂ. ഹൈ ടൈഡ് ആകുമ്പോഴേക്കും അത് ഭയങ്കര റിസ്ക്കിയാണ്, നമ്മൾ മുങ്ങിപ്പോകാൻ തന്നെ ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്രത്തോളം മാജിക്കലി ഒരു ഫെയറിറ്റൈൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദെയർ അറ്റ്ലീസ്റ്റ് ബൈ 10 o'clock. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ പോകേണ്ടി വരും. പിന്നെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കാസിലോട്ട് പോകുന്ന വഴി ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം കിതച്ച് നടന്ന് എൻ്റെ പത വന്നു. ഭയങ്കര സ്റ്റീപ്പും അൺഈവനുമായിട്ടുള്ള സ്റ്റോൺ പാതാണ് കാസിലോട്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുള്ളും മൈൻഡ്ഫുള്ളും ആയിരിക്കണം. നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേക്കും കുറേ ഹിസ്റ്റോറിക് റൂംസ് വിത്ത് ആൻറ്റിക് ഫേർണിച്ചേഴ്സും പിന്നെ കുറേ വെപ്പൺസും സ്യൂട്ട്സ് ഓഫ് ആർമറും ഒക്കെ കാണാം. ഭയങ്കര ഭംഗിയാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒത്തിരി പഴയ കാലത്തെ ഒത്തിരി സാധനങ്ങളും വെപ്പൺസാണ് കൂടുതലും കേട്ടോ അതിനകത്ത് കാണാം. ഇത് പിന്നെ ഉടുമ്പിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയെന്നാണ് ഡിറ്റോ എന്നോട് പറഞ്ഞത്. സത്യമാണോന്ന് എനിക്കറിയില്ല. പിന്നെ കാസിലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആണ്, പറയാതിരിക്കാൻ വയ്യ. താഴോട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ വന്ന വഴിയും പിന്നെ അവിടുത്തെ ഗാർഡൻ്റെയൊക്കെ ഒരു ചെറിയ ക്വിക്ക് ഗ്ലിംസ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് എത്തിയപ്പോഴേക്കും നമ്മൾ വന്ന കോസ്റ്റ് വേ ഫുള്ളും ടൈഡ് ഹൈ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റാണ്ടായി. അങ്ങനെ ഞങ്ങൾ ബോട്ടെടുത്തു. ബോട്ടിലാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത്. ഭയങ്കര മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ് സെയിൻറ്റ് മൈക്കിൾസ് മൗണ്ടൻ. സോ ദോസ് ഹു വിസിറ്റ് കോൺവാൾ, ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. Bye guys, see you in the next vlog.